ജന്മദിനമാണ്. ഈ ദിവസം നമുക്ക് ഈ ഭവനത്തെ, ഈ സമുച്ചയത്തെ ഹരിത ഭവനമാക്കി മാറ്റുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു യോഗം വിളിച്ചത്. ഈ യോഗത്തിന് ആദ്യമായി ഈശ്വര പ്രാർത്ഥന. ഒരു ചാനൽ പാടാൻ അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പാടി അമ്മമാരാണെങ്കിൽ പാടണം. ആ ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നത് നമ്മുടെ ഉള്ളൂർ ജയിച്ച ശ്രീ വിനോദിനെ ക്ഷണിച്ചു. ബഹുമാനമുള്ള ഭക്തസംഘത്തിലെ ഈ കെയർ ഹോമിലെ പ്രിയപ്പെട്ടവരായ പിതാക്കളെ, മാതാക്കളെ, ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട മഹാത്മാഗാന്ധിയുടെ ജന്മദിനമാണ്. ഓരോ ഒക്ടോബർ 2 നമ്മുടെ ജീവിതത്തിൽ മറ്റ് പല പരിവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ദിവസമാണ്. ഈ കെയർ ഹോം ഇന്ന് ഹരിതചട്ടപ്രകാരമുള്ള ഒരു യാത്ര തുടരുകയാണ്. പ്ലാസ്റ്റിക്കിനെ സമ്പൂർണ്ണമായി മാറ്റിക്കൊണ്ട് ഹരിതപരമായ ഒരു അന്തരീക്ഷം, അതിന് ഒരു ഹരിതോദ്യാനം ഇവിടെ റെഡിയായി കഴിഞ്ഞു. മാത്രമല്ല, നിങ്ങൾക്ക് തരുന്ന പാത്രങ്ങളും കുടിക്കുന്ന വെള്ളം എല്ലാം തന്നെ സ്റ്റീൽ പരമായിട്ടുള്ള ഒരു പ്രക്രിയയിലേക്ക് മാറിക്കഴിഞ്ഞു. ഇത്തരത്തിലൊരു മാറ്റത്തിൻ്റെ തുടക്കം സൃഷ്ടിക്കുവാൻ ഈ നല്ല ദിനത്തെ തിരഞ്ഞെടുത്ത് തന്നെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളൊന്നായി നമുക്ക് കാണാം. വളരെയധികം ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലൂടെ കടന്ന് ഈ കെയർ ഹോമിൽ എത്തപ്പെട്ട വിശിഷ്ട വ്യക്തികളാണ് നിങ്ങൾ ഓരോരുത്തർക്കും ഉള്ളു നിറയെ പറയുവാനുള്ള കഥകളുണ്ട്, സന്തോഷങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്. ഇവിടെ നിങ്ങൾ വളരെ സ്നേഹത്തോടെ, സാഹോദര്യത്തോടെ, ഒരു മനസ്സോടെ, ജാതിയില്ലാതെ, മതമില്ലാതെ, അതിൻ്റെ മാറലുകളിലൊന്നും വീഴാതെ തന്നെ നിങ്ങൾ ഐക്യത്തോടെ ഭക്ഷണം കഴിക്കുന്ന രംഗം പ്രിയപ്പെട്ട അടൂർ സാർ നമുക്ക് കാണുവാൻ ഭാഗ്യം കണ്ടു. അത് വലിയൊരു അനുഭവമാണ്. ഒരുപക്ഷെ നമ്മുടെ മക്കളോ ചെറുമക്കളോ മരുമക്കളോ പോലും കൃത്യസമയത്ത് ആഹാരം എടുത്തു തരാൻ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് കൃത്യമായിട്ട് നിങ്ങൾക്ക് 8 മണിക്ക് പ്രഭാത ഭക്ഷണം, കൃത്യം 12:30 തന്നെ ഉച്ചഭക്ഷണം, സായന്തനത്തിൽ 4 മണിക്ക് ചായ കടി ദിവസക്കാരം, 8 മണിക്ക് അത്താഴം, എല്ലാം വളരെ ചിട്ടയോടെ. അത് മാത്രമല്ല, വൃത്തിയുള്ളൊരു അന്തരീക്ഷം കാണുവാനൊക്കെ കഴിഞ്ഞു. എൻ്റെ കർത്തവ്യം സ്വാഗതം അറിയിക്കുകയാണ്. പറഞ്ഞത് ഒരുപാട് കാര്യങ്ങളുണ്ട്. എങ്കിലും ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങളെ കാണുവാനും പരിചയപ്പെടുവാനും കൂടുതൽ ആഴത്തിൽ നിങ്ങളുമായിട്ടൊക്കെ ഇടപെടാനും കഴിഞ്ഞത് സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസം നിങ്ങളുടെ പരിപാടികൾ കുറച്ച് കാണാൻ കഴിഞ്ഞു. ഇന്ന് സ്വാഗതം അർപ്പിക്കുക എന്ന കർമ്മത്തിലാണ്. ഒന്നാമതായി സ്വാഗതം ആശംസിക്കേണ്ടത് നിങ്ങളുടെ വാർഡിൻ്റെ, നമ്മുടെ വാർഡിൻ്റെ അടൂർ സാറിൻ്റെ വീട്ടിൽ ആ ഭാഗത്തോടുള്ള പല സ്ഥലങ്ങളിലും ലൈറ്റ് ഇല്ല, മറ്റു കാര്യങ്ങൾ, അതെല്ലാം പരിഹരിക്കാൻ വേണ്ടുന്ന ക്രമീകരണം ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഞാൻ അദ്ദേഹത്തിന് ഉറപ്പ് കൊടുത്തു. ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ എല്ലാവിധമായ എന്നാൽ കഴിയുന്ന രീതിയിലുള്ള എല്ലാവിധ ഒഫീഷ്യൽ ഓഫീസിൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന്. അന്നേ ദിവസം അടൂർ സാർ പറഞ്ഞു ഇവിടെ ലൈറ്റുകളില്ല, അത് ക്രമീകരിക്കണമെന്ന്. അങ്ങനെ എല്ലാ കാര്യത്തിലും ഇടപെടുന്ന സ്നേഹ ഇതിൻ്റെ പര്യായമായ പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീയായ സുരേഷ് കുമാർ എൻ്റെ പേരിലും നിങ്ങളുടെ പേരിലും നഗരസഭയുടെ പേരിലും ഹരിതകർമ്മ സേനയുടെ പേരിലും എല്ലാവരുടെ പേരിലും സ്വാഗതം അർപ്പിച്ചു. അടുത്തതായി സ്വാഗതം അർപ്പിക്കേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട ലോക പ്രശസ്തനായ സംവിധായകൻ
ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ സാറിനാണ്. അദ്ദേഹം നിങ്ങൾ താമസിക്കുന്ന ഈ വീട്ടിൽ ഏറെക്കുറെ 1.5 കിലോമീറ്റർ അകലത്തിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹം 1965 കാലത്തിൽ സിനിമയിലേക്ക് കടന്നു വന്നു. 1971 അവസാനം സ്വയംവരം എന്ന ചിത്രം സംവിധാനം ചെയ്തുകൊണ്ട് മലയാളത്തിലും ഇന്ത്യയിലും അന്തർദേശീയ തലത്തിലും പ്രശസ്തനായി മാറി. പ്രിയപ്പെട്ട മധുസാറും ശാരദയും ഒരുമിച്ച് അഭിനയിച്ച ശാരദാമ്മയ്ക്ക് രണ്ടാമതായി നാഷണൽ അവാർഡ് കിട്ടിയ ഉറുഷ്യ അവാർഡ് കിട്ടിയ ചിത്രമാണ് സ്വയംവരം. മലയാളത്തിലെ ആദ്യത്തെ ഒരു റിയലിസ്റ്റിക് ചിത്രമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഓരോന്നിനും ഉണ്ട് എങ്കിൽ പോലും പുറമെ ചിത്രീകരിച്ച വളരെ മനോഹരമായ ഒരു പ്രണയകാവ്യമാണ് അടൂർ സാറിൻ്റെ സ്വയംവരം. തുടർന്ന് അദ്ദേഹത്തിൻ്റെ കൊടിയേറ്റം എന്ന ചിത്രം 1977 പുറത്തിറങ്ങിയ കൊടിയേറ്റങ്ങൾ കണ്ടു കാണും. അതിന് ശങ്കരകുട്ടിയായിട്ട് അഭിനയിച്ചത് ഗോപിയാണ്. ആ ചിത്രത്തിലൂടെ അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടുകയും അദ്ദേഹം ഭാരത് ഗോപിയായി മാറുകയും ചെയ്തു. അങ്ങനെ വലിയൊരു നടനെ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്യുവാൻ അടൂർ സാറിന് കഴിഞ്ഞു. അതിനുശേഷം എലിപ്പത്തായം എന്ന് പറയുന്ന വളരെ ഡിഫറൻ്റായ ഒരു ചിത്രം, കരമന ജനാർദ്ദനൻ നായരുടെ ഏറ്റവും മികച്ച കഥാപാത്രം ഉണ്ണിക്കുഞ്ഞിനെ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം വിപ്ലവം സൃഷ്ടിച്ചു. ഏറ്റവും അധികം ലോകത്ത് പല രാജ്യങ്ങളിലും പ്രദർശിപ്പിച്ച ചിത്രമാണ് അടൂർ സാറിൻ്റെ എലിപ്പത്തായം. എനിക്കും വളരെയേറെ ഇഷ്ടപ്പെട്ട ചിത്രമാണ് എലിപ്പത്തായം. എലിപ്പത്തായത്തിൽ ഉണ്ണിക്കുഞ്ഞായി കരമന ജനാർദ്ദനൻ നായരും അദ്ദേഹത്തിന് ശാരദാമ്മയും ജലജയ്ക്ക് അഭിനയിച്ച ചിത്രമാണ്. വളരെ മനോഹരമായ ചിത്രമാണ്. നിങ്ങൾ പലരും ഒരുപക്ഷെ കണ്ടു കാണും. തുടർന്ന് അദ്ദേഹം പ്രിയപ്പെട്ട മമ്മൂട്ടിയെയും അശോകനെയും ശോഭനയൊക്കെ കേന്ദ്ര കഥാപാത്രങ്ങളെ അനന്തരം ചെയ്തു. അതിനുശേഷം മതിലുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആ ബഷീറിന്റെ കഥയെ ആസ്പദമാക്കി ഒരു സ്ത്രീയും ഇല്ലാത്ത മലയാളത്തിലെ ആദ്യത്തെ ചിത്രം എന്ന പ്രത്യേകതയുണ്ട്. അത് ശബ്ദം കൊണ്ട് KP ശ്രീധരൻ സാന്നിധ്യമുണ്ടെങ്കിലും ഒരു ലേഡി ആക്ട്രസും ഇല്ലാത്ത ഇന്ത്യൻ ചിത്രമാണ് അത്. അതിനുശേഷം വിജയൻ സക്കറിയുടെ കഥയെ ആസ്പദമാക്കി വിജയം ചെയ്തു. തുടർന്ന് ഒടുവിൽ ഉണ്ണിക്കുട്ടൻ്റെ ഏറ്റവും നല്ല ചിത്രമായ നിഴൽക്കുത്ത്, പിന്നെ ഒരു പെണ്ണും രണ്ടാണും, 4 പെണ്ണുങ്ങൾ, തുടർന്ന് കഥാപുരുഷൻ എന്നൊരു മനോഹരമായ ചിത്രം, അതിനുശേഷം പിന്നെയും എന്ന ചിത്രമുണ്ട്. ഇങ്ങനെ പറഞ്ഞു വയ്ക്കാൻ കഴിയുന്നതിനപ്പുറമാണ് അടൂർ സാറിൻ്റെ ചിത്രങ്ങളും അദ്ദേഹം നമുക്ക് നൽകിയ സംഭാവനകൾ. നമ്മുടെ സർക്കാർ, കേന്ദ്ര സർക്കാർ അദ്ദേഹത്തിന് പത്മശ്രീയും പത്മവിഭൂഷണും നൽകി ആദരിച്ചു. ഫാൽക്കെ അവാർഡ് കിട്ടിയ ആദ്യത്തെ കേരളീയ സംവിധായകനാണ്. ഇവരെ വിശേഷണങ്ങൾക്കും അതീതനായ ഒരു മഹത് വ്യക്തിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിന് വളരെ ഇഷ്ടം തോന്നി. അദ്ദേഹത്തിനും പറഞ്ഞു നിങ്ങളെ കാണാനും കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായിട്ട് എന്നോട് പറഞ്ഞു. ഞാൻ നേരത്തെ വരണമെന്ന് ആഗ്രഹിച്ചാണ് നൽകുന്നത്. ആ ഒരു സൂചന അയാളെ വളരെ സന്തോഷവാനാണ്. അദ്ദേഹമാണ് നമ്മുടെ ഉദ്ഘാടകൻ. അദ്ദേഹത്തിന് ഞാൻ എൻ്റെ പേരിലും നിങ്ങളുടെ പേരിലും നഗരസഭയുടെ പേരിലും സ്വാഗതം. മറ്റൊരു വിശേഷപ്പെട്ട വ്യക്തിയാണ് പ്രശസ്ത സംവിധായകനായ VR ഗോപിനാഥ് സാർ. ഞാൻ ക്ഷണിച്ചപ്പോൾ തന്നെ വളരെയധികം സന്തോഷത്തോടെ വരാൻ ഇടവന്നു. അദ്ദേഹം 1970 അവസാനത്തിൽ ഒത്തിരി നല്ല ചിത്രങ്ങളിലൂടെ മലയാള സിനിമയിലെത്തി. അദ്ദേഹത്തിന് ഒരു ചിത്രം ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. ഒരു മെയ് മാസം പുലരിൽ എന്ന ചിത്രം, ഈ ഹൃദയങ്ങളിൽ ഒന്നായി എന്നൊരു പാട്ടുള്ള പുലർക്കാല സുന്ദര ചിത്രത്തിൽ എന്ന് പറഞ്ഞ പാട്ടൊക്കെ ഉള്ള മനോഹരമായ ചിത്രത്തിൽ സംവിധായകനാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള ചലച്ചിത്ര പ്രേമികൾ ഏറ്റുപാടുന്ന 2 പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ ചിത്രത്തിലേതാണ്. അദ്ദേഹവും 150 പരം ഡോക്യുമെൻ്ററി ചെയ്ത സംവിധായകനാണ്. ദേശീയ അന്തർദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയ ആ മഹത് വ്യക്തി മുഖ്യ ആശംസ പ്രസംഗം നടത്തും. അദ്ദേഹത്തെയും കിട്ടിയത് ഒരു ഭാഗമായി കാണുന്നു. അദ്ദേഹത്തിനും എൻ്റെ പേരിലും നഗരസഭയുടെ പേരിലും വ്യക്തിപരമായ പേരിലും അധികാരോത്സവയുടെ പേരിലും സ്വാഗതം. ഇനി സ്വാഗതം അർപ്പിക്കേണ്ടത് എൻ്റെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ നിങ്ങളുടെ പ്രിയങ്കരനായ ജോബിച്ചേട്ടനെയാണ്. ജോബിച്ചേട്ടൻ വർഷങ്ങളായിട്ട് എൻ്റെ സുഹൃത്താണ്. എൻ്റെ നിരവധി പ്രോഗ്രാമുകളിലെ അവതാരകനും അഭിനേതാവുമായിരുന്നു. അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളെ കാണാനും പങ്കെടുക്കുവാനും ഒക്കെ ആഗ്രഹിച്ചു. അദ്ദേഹം വളരെ സന്തോഷത്തോടെ ഇത് ഏറ്റെടുത്ത് കടന്നു വന്ന പ്രിയപ്പെട്ട ജോബിച്ചേട്ടന് എൻ്റെ പേരിലും നഗരസഭയുടെ പേരിലും ഈ കെയർ ഹോമിൻ്റെ പേരിലൊക്കെ സ്വാഗതം അർപ്പിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും എൻ്റെ നിരവധി പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുകയും ചെയ്ത രഞ്ജിത്ത് ചെങ്ങമനാട് ഊരാ കൊടുക്കുന്ന പ്രോഗ്രാമുകളുടെ പ്രശസ്തനാണ്. അദ്ദേഹം എന്തെങ്കിലുമൊക്കെ കലാപരിപാടി നിങ്ങൾക്ക് കാണിക്കാമെന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ ക്ഷണിച്ചപ്പോൾ തന്നെ നിങ്ങളെ കാണാനും നിങ്ങളോട് 2 വാക്ക് പറയുവാനും പുള്ളിയും ആഗ്രഹിച്ച് കടന്നു ഓർത്ത് ഞാൻ അദ്ദേഹത്തെ നന്ദിയോട് ഓർക്കുന്നു. അദ്ദേഹത്തിന് എൻ്റെ പേരിലും നിങ്ങളുടെ സ്വന്തം പേരിലും ഈ കേരളത്തിൻ്റെ പേരിലും സ്വാഗതം അർപ്പിക്കുന്നു. ഈ സ്വാഗതം അർപ്പിക്കേണ്ടത് നിങ്ങളുടെ സ്വന്തം എന്ന് വിശേഷിപ്പിക്കാവുന്ന
സൂപ്രണ്ട് ബീന ജോർജ് അവർക്കാണ്. ഞാൻ ഇത്തിരി കാര്യം പറഞ്ഞപ്പോൾ തന്നെ അത് വളരെ സ്വീകാര്യമായി അത്രയും സാമ്യം ആവശ്യമാണ്. അടൂർ സാർ വരുമോ എന്നാണ് നമ്മൾ നിശ്ചയമായിട്ട് അടൂർ സാർ വരും. അടൂർ സാറിനെ കൂട്ടിക്കൊണ്ടുവരാം. അത്ര സമയം വൈകിയെങ്കിലും അടൂർ സാർ വരും എന്നുള്ളത് ഞാൻ അറിയിച്ചു. വളരെ സന്തോഷമായിട്ട് അടൂർ സാർ വന്നു. അങ്ങനെ നിങ്ങളെ പരിപാലിക്കുന്ന, നിങ്ങളെ നേതൃത്വം നൽകുന്ന ഒരു സഹോദരിയെ പോലെ, ഒരു അനിയത്തിയെ പോലെ നിങ്ങളെ പരിപാലിക്കുന്ന പ്രിയപ്പെട്ട വിനായകന്മാരത്തിന് എൻ്റെ പേരിൽ കേരളത്തിൻ്റെ പേരിലും നഗരസഭയുടെ പേരിലും എൻ്റെ സ്വാഗതം അർപ്പിച്ചു കൊടുക്കും. ഇനി സ്വാഗതം അർപ്പിക്കേണ്ടത് പ്രിയപ്പെട്ട നിങ്ങൾ ഓരോരുത്തരുമാണ്. ഞാൻ നേരത്തെ വിശേഷിപ്പിച്ചു, പിതാവിനെ പോലെ, മാതാവിനെ പോലെ, അല്ലെങ്കിൽ നമ്മുടെ മുത്തശ്ശിയെ പോലെ, മുത്തച്ഛനെ പോലെയൊക്കെ പ്രായമുള്ള നിങ്ങൾ ജീവിതത്തിൻ്റെ അകത്തലങ്ങളിൽ വേദനയും ദുഃഖവും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു ഒരുമയോടെ ജാതി മതഭേദനെ കൂടിയ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ എന്തൊരു സാഹോദര്യമാണ് കണ്ടത്. നിങ്ങളെ കാണാൻ പരിചയപ്പെടുവാൻ, നിങ്ങളോട് രണ്ട് വാക്കുകൾ സംസാരിക്കാൻ കഴിഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സമയത്ത് ഈ ഹോളിൽ നിറയെ വന്ന് കടന്നു വന്ന എല്ലാ നല്ലവരായ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈ നിങ്ങളുടെ പേരിലും, അതായത് നിങ്ങളുടെ കേരളത്തിൻ്റെ പേരിലും നഗരസഭയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഇവിടെ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളുടെ പേരിലും ഞാൻ സ്വാഗതം അർപ്പിച്ചു കൊടുക്കുന്നു. അടുത്തായി സ്വാഗതം പറയേണ്ടത് നമ്മുടെ സീനിയർ എൻ്റെ ഹെഡായ HI സുനിത മാഡത്തിനാണ്. സുനിത മാഡത്തിന് അവരുടെ ശുഷ്കാന്തിയും അവർക്ക് എന്നോടുള്ള വിശ്വാസവുമാണ് ഇത്തരം പരിപാടികൾക്ക് പ്ലാൻ ചെയ്യാൻ വളരെ വേഗത്തിൽ ചുരുങ്ങിയ ദിവസങ്ങളിൽ എനിക്ക് കഴിഞ്ഞത്. അവർക്കും എൻ്റെ സഹപ്രവർത്തകരായ ചേച്ചിമാരെ ഷിംല, ഷൈനി, ഷിജു എന്നിവർക്കും എൻ്റെ വർക്കേഴ്സായ ഹരിതകർമ്മസേന, സാനിറ്ററി വർക്കേഴ്സ് എല്ലാവർക്കും എൻ്റെ സ്വന്തം പേരിലും കെയർ ഹോമിൻ്റെ പേരിലും നഗരസഭയുടെ പേരിലും നിറഞ്ഞ സ്വാഗതം അർപ്പിച്ചു. പ്രിയങ്കരനായ മലയാള സിനിമയ്ക്ക് പകരം വയ്ക്കുവാനില്ലാത്ത വ്യക്തിത്വത്തിൻ്റെ ഉടമയായ ശ്രീ അടൂർ